ഒരു അത്ഭുതമാണ് ഉയരങ്ങളിൽ എന്ന് പറയുന്ന ഒരു സിനിമ. ഈ പറഞ്ഞ പോലെ ഇന്നും കൈരളി ചാനലിൽ ആണെന്ന് തോന്നുന്നത് അതിൻ്റെ സംപ്രേഷണാവകാശമുള്ളത്. അല്ലാതെ യൂട്യൂബിലൊക്കെ ഇരുന്ന് പലപ്പോഴും കാണാറുണ്ട്. നോ കൺട്രി ഫോർ ഓൾഡ് മെൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് മൂവിയുണ്ട്. അത് എപ്പോഴും ഒരു വേൾഡ് ക്ലാസിക്കായിട്ട് അറിയപ്പെടുന്ന സിനിമയാണ്. എല്ലാവർക്കും പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. ആ ചിത്രത്തിൽ ഇതാണ് ആൻറ്റി ഹീറോയാണ്. അതിൽ പ്രത്യേകിച്ചും നായകനോ ഇതുമില്ല. ഇയാൾ ഈ മെയിൻ കഥാപാത്രം. അതൊരു പുസ്തകം പിന്നീട് സിനിമയാക്കിയതാണ്. ആ സിനിമയാക്കിയപ്പം അതിൻ്റെ വിക്കിപീഡിയയിൽ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാൻ ഒരാളെ ഇവർക്ക് മാർസിൽ നിന്ന്, ഭൂമിയിലില്ല, മാർസിൽ നിന്ന് കൊണ്ടുവരണം എന്നുള്ള രീതിയിലായിരുന്നു സംവിധായകർ ചിന്തിച്ചിട്ടാണ് അതിൻ്റെ കാസ്റ്റിംഗ് നടന്നത്. അതിൻ്റെ ഒരു മലയാളത്തിലെ ഒരു എന്തുവാണ്, മലയാളത്തിലെ ഒരു എക്സാമ്പിളാണ് ഉയരങ്ങളിൽ എന്ന് പറയുന്ന ചിത്രം. ഈ ഉയരങ്ങളിലേക്ക് വരുമ്പോൾ ആ കഥാപാത്രത്തിനുള്ള വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അതിൽ അയാൾ റൊമാൻറ്റിക് ഹീറോ ആണ്. കാരണം ഇത് പല സ്ത്രീകളുമായിട്ടും ഇതുപോലെ നടിച്ച് അല്ലെ പ്രണയിച്ച് അവരെ കൊന്നുകളയുന്ന രീതിയിലാണ്. അവിടെ ഉള്ള മൈൻഡ് സെറ്റ് ചേഞ്ച്, ഒരു ക്രിമിനൽ എന്നുള്ള ഒരു കുശാഗ്ര ബുദ്ധി കാണിക്കേണ്ട എക്സ്പ്രഷൻസ്, പിന്നെ നെടുമുടി വേണു റഹ്മാനെ പോലുള്ള ഭീരുക്കളായ രണ്ട് ശിങ്കിടികളെ അല്ലെ കുറ്റബോധത്തിൽ ഇവർ ചെയ്യുന്ന മാനേജറെ കൊന്ന കുറ്റബോധം പേറുന്നവരെ ഇവർക്കൊപ്പം നിർത്തുക, ഇങ്ങനെയുള്ള പല എന്തുവാണ് ഷെയ്ഡ്സ്, ഈ 50 ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്നൊക്കെ പറയുന്ന പോലെ പല ഷെയ്ഡുകളുള്ള ഒരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ രതീഷിനെ പോലെ ബ്രില്യൻ്റ് ആയ ഒരു പോലീസ് ഓഫീസർ വരുമ്പം അയാളെ ടാക്കിൾ ചെയ്യുമ്പോൾ തന്നെ പലതും തുറന്നു പറഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇയാളായിട്ടുള്ള ഒരു രഹസ്യബന്ധത്തിലുള്ള ഒരു ലേഡി ഗർഭിണിയാവുന്നു, അവരെ തൂക്കി കൊല്ലുന്നു. അത് അന്വേഷണമായിട്ട് രതീഷിന് ഇയാളെ നല്ല സംശയമുണ്ട്. പക്ഷെ വരുമ്പോഴും പറയുന്നത് പിന്നെ ഞങ്ങളങ്ങനെ റിലേഷനൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ സൂത്രശാലിയായിട്ട് നിൽക്കുകയും റൊമാൻറ്റിക് ഹീറോ ആയിട്ട് നിൽക്കുകയും അതിക്രൂരനായിട്ട് ഉള്ള രീതിയിൽ നിൽക്കുകയും പിന്നീട് നെടുമുടി വേണുവിനെ പോലും കൊല്ലുന്ന രീതിയിലുള്ള റിയാക്ഷൻസ് വരികയും ഇതിൻ്റെ എല്ലാം ഉപരി ക്ലൈമാക്സിലെ ഗംഭീരമായ ഒരു പുള്ളിയുടെ പെർഫോമൻസ് ഉണ്ട്. ഏതെങ്കിലും ഒരു വില്ലൻ ഒരു ക്ലൈമാക്സിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് എൻ്റെ സിനിമ ഓർമ്മയിൽ എനിക്കില്ല. കാരണം ഇത് 84 ഇറങ്ങിയ സിനിമയാണ്. ഇപ്പോൾ 2008 ജോക്കർ, ഡാർക്ക് നൈറ്റ് ഒക്കെ ഇറങ്ങി. അത് എന്താണ് IMDb ഡേറ്റാബേസിൽ 8ാമത്തെ റാങ്കിൽ നിൽക്കുന്ന സിനിമയാണ് ഡാർക്ക് നൈറ്റ്. അപ്പോൾ മലയാളത്തിലെ ഉയരങ്ങളിലൊക്കെ ഇന്നായിരുന്നെങ്കിൽ OTT ലോകം കീഴടക്കിയാണ്. അപ്പോൾ ഇങ്ങനൊരു സംഗതി ചെയ്യാൻ ഫസ്റ്റ് തയ്യാറാകുക. 84 അദ്ദേഹത്തിന് 27 വയസ്സുള്ള സമയത്ത് അപ്പുറത്ത് പൂച്ചക്കറി മൂക്കുത്തിയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ ഉയരങ്ങളിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. വില്ലനിൽ നിന്ന് നേരത്തെ ചോദിച്ച പോലെ വില്ലനിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ മോഡ് മാറുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു 84 എന്ന് പറയുന്നത്. കാരണം ആൾക്കൂട്ടത്തിൽ തനിയുള്ള സിനിമകളിൽ മമ്മൂട്ടിയുടെ സുഹൃത്തായിട്ടും ഒക്കെ സപ്പോർട്ടിങ് റോളിലൊക്കെ അഭിനയിക്കുന്നു. അപ്പം അതിൽ നിന്ന് ശങ്കറിൻ്റെ കൂട്ടുകാരനായിട്ടൊക്കെ അഭിനയിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉയരങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ മൊമെൻറ്റ്സാണ് ഞാൻ ഈ പറഞ്ഞ അതിൻ്റെ ഒരു വേരിയേഷൻസ് എന്ന് പറയുന്നത്. സീൻ 1 തൊട്ട് സീൻ ലാസ്റ്റ് വരെ. MT സാറ് ഇപ്പോൾ എവിടുന്നോ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂവിൽ. പക്ഷേ അങ്ങനെ എഴുതാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ഇത്. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് ഇപ്പം സാധാരണ അദ്ദേഹത്തിൻ്റെ നോവലുകളെ കുറിച്ച് വിമർശകർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പം എല്ലാം ഏകദേശം ഒരു ഗ്രാമ പശ്ചാത്തലം, നാലുകെട്ട്, അല്ലെങ്കിൽ ഒരു പാലക്കാട് ബേസ് ചെയ്ത ഗ്രാമങ്ങളിലാണ് ഇത് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു കഥ നോക്കിയേ, ഇതിൻ്റെ അസീനൊന്ന് ടൈറ്റിൽസ് നടക്കുമ്പം തൊട്ടുള്ള അതിൻ്റെ ഒരു മൂഡ് എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കൽ IVC സാർ എവിടെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. MT സാറിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ ക്യാമറ വെക്കണമെന്ന് വരെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഈ പറഞ്ഞ പോലെ ഒരു അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരാൾക്ക് പോലും വളരെ ഈസി ആയിട്ട് ഷൂട്ട് ചെയ്യാവുന്ന തരത്തിലാണ് അദ്ദേഹം തിരക്കഥ എഴുതുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ തിരക്കഥ പരിപൂർണമായ എഴുതി തീർത്ത ഒരു സ്ക്രിപ്റ്റായിട്ടാണ് അദ്ദേഹം ഇവരെ അപ്രോച്ച് ചെയ്യുന്നതും. അല്ലെങ്കിൽ ഇവരോട് തന്നെ ഇപ്പോൾ പലരും അറിയാറുണ്ട്, അവന് വായിക്കാറൊക്കെ ആയോ എന്ന് പല നടന്മാരും പരാതി പറയും. ഈ സ്ക്രിപ്റ്റ് ചോദിക്കുമ്പോൾ അവരെ നീ സ്ക്രിപ്റ്റ് വായിക്കാറായോ എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ ഇദ്ദേഹം മോഹൻലാൽ ഒരു ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, എടുത്തു കൊടുക്കുകയായിരുന്നു സ്ക്രിപ്റ്റ്, എന്നിട്ട് ഇത് വായിച്ചിട്ട് അഭിപ്രായം പറ എന്ന് പറയുമായിരുന്നു. 1 പേജ് വായിച്ചു, 2 പേജ് വായിച്ചു, ഇത് നിലത്ത് വയ്ക്കാൻ തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് ലാലേട്ടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടത്. ആ സിനിമയിൽ MT സാറാണ് എഴുതിയെന്ന് പോലും നമുക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഫസ്റ്റ് ഇതൊരു കോംപ്ലിമെൻ്റ് ആയിട്ട് പറയുകയാണ്. ഫസ്റ്റ് ഇതിൽ തന്നെ ഈ മാനേജറിൻ്റെ ഒരു നിഗൂഢത ഇങ്ങനെ കാണുകയാണ്. ഇവരുടെ ഒരു കള്ളത്തരം ജനാർദ്ദനൻ മോഹൻലാലിൻ്റെ ഒരു തട്ടിപ്പ് പൊക്കുന്നു, ഇയാളെ കൊല്ലാൻ ഇവർ പ്ലാൻ ചെയ്യുന്നു. എന്നിട്ട് പിന്നെ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ വലിയ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊന്നും ഇല്ലാതെ ഒരു ഇംഗ്ലീഷ് മൂവിയുടെ സ്റ്റാൻഡേർഡിലാണ് കാണിക്കുന്നത്. ഇയാൾ ബാങ്കിൽ നിന്ന് പണവുമായിട്ട് വരുന്നു, ഇയാൾക്കറിയാം ഇവന്മാർ ചേസ് ചെയ്യുന്നു, ഇയാളും ബുദ്ധിമാനാണ് ജനാർദ്ദനൻ, അതിന് ഒരു കാലിപ്പെട്ടി കറി വെക്കുന്നു, മറ്റേത് വേറൊരാളുടെ കൊടുത്തയക്കുന്നു. എന്നിട്ട് ഇവരോട് വരുമ്പോഴത്തേക്ക് ഇവർ വിഡ്ഢികളാവുന്നു.
എന്നിട്ട് അത് കഴിഞ്ഞ് രാത്രിയിൽ ഈ ഇപ്പോൾ റഹ്മാനെയും നെടുമുടിയോടനെയും നോക്കി നിൽക്കുക, ഇയാൾ ചാടിപ്പോയി. അതൊക്കെ ഐ വി ശശിയുടെ ഒരു ഭയങ്കര ബ്രില്യൻസാണ്, അസാധ്യമായൊരു ബ്രില്യൻസാണ്. ദേവാസുരം ചെയ്ത ഒരു പിന്നെ ആ സെറ്റിലുണ്ടായിരുന്ന ഒരാൾ പറഞ്ഞതാണ്, പുള്ളി രഞ്ജിത്തിന് എഴുതിയത് വായിച്ചിട്ട് ഇത്രയും മതി എനിക്ക്, അത് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ എന്ന് പറയുന്ന രീതിയിൽ ഐ വി ശശിയുടെ എന്നാൽ അത്രയും നാളും അല്ല അതിനുശേഷം ഐ വി ശശി എടുത്തുകൊണ്ടിരുന്ന വലിയ ആക്ഷൻ സിനിമകളിൽ ഒരുപാട് പേരുള്ള ബിഗ് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. ഒരു 100-150 പേരുള്ള ഫ്രെയിം അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ഇതാണ്. തീർച്ചയായിട്ടും ടി ദാമോദരൻ സാറിൻ്റെ സ്ക്രിപ്റ്റുകളിലൊക്കെ അദ്ദേഹം ചെയ്തത് അങ്ങനെയാണ്. പക്ഷേ ഇതിൽ വരുമ്പോൾ ആൾക്കൂട്ടമില്ല. ആ തേയില എസ്റ്റേറ്റിൻ്റെ ഒരു ആംബിയൻസ്, മൂന്നാറാന്ന് തോന്നുന്നല്ലോ, ഏതാ മൂന്നാറാണ്, ആ ആംബിയൻസ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്ത് ഐസിങ് ഓൺ ദ കേക്ക് എന്നുള്ള രീതിയിലാണ് ഐ വി ശശി സാറിൻ്റെ ഓരോ ഫ്രെയിമും അതിൽ പോകുന്നത്. വൈഡ് ആംഗിൾ എടുക്കേണ്ടത് തീർച്ചയായിട്ടും അവസാനത്തെ ക്ലൈമാക്സ് മലമുകളിൽ നിൽക്കുമ്പോൾ അദ്ദേഹം വൈഡ് ആംഗിൾസും മോഹൻലാലിൻ്റെ ആ സൂം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ആംഗിൾ, അതൊരു മുഖത്തെ സൂം അല്ലത്, ഇത് ഇവിടം തൊട്ടുള്ള ഒരു കട്ടിലാണ് ഐ വി ശശി സാറിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കത് ബോറടിക്കാതിരിക്കാൻ കട്ട് ചെയ്തിട്ട് റഹ്മാനും രതീഷും ഒക്കെ നിൽക്കുന്ന ഫ്രെയിമിലേക്കും പോകുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഇതിൻ്റെ ഞാൻ പറയുന്നത് ഇന്നത്തെയൊക്കെ ടെക്നോളജി ഉണ്ടായിരുന്നെങ്കിൽ ആ സിനിമയൊക്കെ അദ്ദേഹം ലോക നിലവാരത്തിലേക്ക് എത്തിച്ചേനെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റിലേക്ക് വരുമ്പം തീർച്ചയായിട്ടും ഇത്രയും കഥാപാത്രങ്ങളെ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇപ്പം നെടുമുടിയോണുവിൻ്റെ ഒരു കുടുംബ പാശ്ചാത്തലം കാണിക്കുക, അത് മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ്, പക്ഷേ ഇതിനോട് ചേർന്ന് തന്നെ നിൽക്കുകയാണ്. റഹ്മാൻ്റെ ഒരു പാശ്ചാത്തലം കാണിക്കുന്നു. ഇതിനിടയിൽ മോഹൻലാലിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ 3-4 സ്ത്രീകളുടെ ഒരു പാശ്ചാത്തലങ്ങൾ, അല്ലെ അവരെന്തിനവിടെ വന്നു, അല്ലെ എന്താണ് അവരുടെ ക്യാരക്ടറിൻ്റെ പർപ്പസ്, ഇങ്ങനെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിക്കൊണ്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു അത്. തീർച്ചയായിട്ടും അതിൻ്റെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിൻ്റെ ഒരു പാശ്ചാത്തലം. കാരണം ഇയാളുടെ ഒരു നിഗൂഢത പോലും അവസാനം ഇയാൾ ആ ലാസ്റ്റ് സീനിലാണ് നമ്മൾ അറിയുന്നത്. ബ്രില്യൻ വർക്ക്. അത് മോഹൻലാലിൻ്റെ കരിയറിനെ മോഹൻലാൽ എന്ന നടനെ സംബന്ധിച്ച് ഒരു വലിയ ടേക്ക് ഓഫ് തന്നെയായിരുന്നു ആ സിനിമ ഒരു വില്ലൻ വേഷം കളിച്ചത്.